യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നതാണ്. യേശു പറഞ്ഞ ശത്രുവിനെ പോലും സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം നമ്മൾ സ്നേഹം കൊണ്ടുവരണം. കാരണം ബന്ധങ്ങൾക്ക് ദൈവം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാം തമ്മിൽ സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. ഒന്നാമത്തെ കൽപ്പന തന്നെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കണമെന്ന്. അത് രണ്ടാമത്തത് അതിനോട് സമം നിങ്ങളുടെ അയൽക്കാരനെ, നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വങ്ങളെ മറയ്ക്കുന്നു. സ്നേഹമാണ് ആയുധം. സ്നേഹത്തിലാണ് ജീവിക്കാനുള്ളത്. ഈ ലോകത്തെ നേടേണ്ടതും സ്നേഹത്തിലാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മോട് കാണിച്ചത്, അവൻ പ്രകടിപ്പിച്ചത് യേശുവിനെ തന്നിട്ട്. അതുകൊണ്ട് തന്നെ നാം സ്നേഹിക്കുന്നവരാകണം. കാരണം ആ ഉപദേശത്തെ, ഒന്നാമത്തെ കൽപ്പനയെ നമ്മൾ അനുസരിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല. അത് ആക്ഷനിൽ വരേണ്ടതാണ്. ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിന് മനസ്സിലാകുന്നത് നാം വായ കൊണ്ട് പറയുമ്പോഴല്ല, നാം അത് ചെയ്യുമ്പോഴാണ്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? നാം സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ സ്നേഹം മനസ്സിലാകുന്നത്. ആ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴല്ല, നാം നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് നാം സ്നേഹം നിലനിർത്തുമ്പോഴാണ്. നാം സകല ബന്ധത്തിലും കയ്പോ വിദ്വേഷമോ പകയോ പിണക്കമോ ഒന്നും ഉണ്ടാകാതെ, ഇനി അഥവാ ഉണ്ടായാൽ അത് പരിഹരിച്ച് പുറകെ പോയി സമാധാനമുണ്ടാക്കി എല്ലാവരോടും സമാധാനം ആചരിച്ച് യേശുവിനെ സ്നേഹിക്കുന്നവരായി നാം മാറണം. യേശുവിനെ സ്നേഹിക്കുക, പിതാവിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ വച്ചാൽ നമുക്ക് മറ്റു ബന്ധങ്ങളെല്ലാം നമുക്ക് നേരെയാക്കാൻ പറ്റും. നമ്മെ തകർക്കാനായിട്ട് നോക്കിയ ഒത്തിരി പേരുണ്ടാകും. നമ്മെ പകയ്ക്കുന്ന, നമുക്കെതിരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും. പക്ഷെ വചനം നമ്മളോട് പറയുന്നില്ല അവരെ തിരിച്ചു പകയ്ക്കാൻ, പകരം സ്നേഹിക്കുക. നാം അവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും, ഈ എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ തൻ്റെ ബന്ധത്തിൽ സ്നേഹത്തെ നിലനിർത്തുന്നത്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകട്ടെ. സാഹചര്യങ്ങൾ നോക്കാതെ, നമ്മോട് ചെയ്തതിൻ്റെ കണക്കുകൾ നോക്കാതെ, കണക്ക് പുസ്തകങ്ങളെ തുറക്കാതെ, ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, ബന്ധങ്ങൾക്കകത്ത് സ്നേഹം പുലർത്തുന്നവരായി, സമാധാനമുണ്ടാക്കുന്നവരായി ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി നാം ആയിത്തീരട്ടെ.